രാഷ്ട്രപതിയുടെ ബദലിനായി എം.ആർ. അജിത് കുമാറിന് വീണ്ടും ശുപാർശ. DGPയാണ് സർക്കാരിന് ശുപാർശ നൽകിയത്. നേരത്തെ രാഷ്ട്രപതിയുടെ മെഡലിനായുള്ള ശുപാർശ 4 തവണ കേന്ദ്രം തള്ളിയിരുന്നു. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനോദ്, ആരോപണ വിധേയനാണ്, DGPയായി പരിഗണിക്കപ്പെടുന്ന ആളുകളിൽ ഒരാളാണ്. ഇപ്പോൾ കൂടുതൽ പിന്തുണ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അജിത് കുമാർ ഉണ്ടാവുകയാണോ? അജിത് കുമാറിന് വേണ്ടി DGPയുടെ ശുപാർശയാണ് ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് പോയിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ മെഡലിന് വേണ്ടിയുള്ള ശുപാർശയാണ്. നേരത്തെ പലതവണ അജിത് കുമാറിന് ഈ പുരസ്കാരം നിരസിച്ചതിന് കാരണമായത് IBയുടെ റിപ്പോർട്ടാണ്. കാരണം വിജിലൻസ് കേസ് ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള 6 പേരുടെ പട്ടിക സംസ്ഥാനം കേന്ദ്രത്തിന് അയച്ചതിൽ 6ാമത്തെ പേര് അജിത് കുമാറിന്റേതാണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഈ ശുപാർശയ്ക്ക് വലിയ പ്രാധാന്യം വരുന്നത്. എന്നാൽ വിജിലൻസ് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയത് അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം തുടരുകയാണ്. വീണ്ടും 6 മാസത്തെ കാലാവധി കൂടി അന്വേഷണ സംഘം ചോദിക്കുകയും ചെയ്തു. നേരത്തെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ഇക്കാര്യം സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ കോടതിയിൽ വ്യത്യസ്തമായ ഒരു നിലപാടാണ് വിജിലൻസ് അന്വേഷണ സംഘം സ്വീകരിച്ചത്. വളരെ വൈരുദ്ധ്യമായ ഒരു കാര്യമാണ് നിലനിൽക്കുന്നത്. സർക്കാരിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ പേരാണ് അജിത് കുമാറിനുള്ളത്. എന്നാൽ ഈ വിജിലൻസ് അന്വേഷണ സംഘമാകട്ടെ DGPയെ പരിഗണിക്കുന്ന കാലാവധി കഴിഞ്ഞ് മാത്രമാണ് ഈ കേസ് തീർക്കുന്നതിന് വേണ്ടിയുള്ള സമയം കോടതിയോട് ചോദിച്ചിരിക്കുന്നത്. അതായത് സർക്കാരിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന സംശയം ആ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ മെഡലിന് ഒരു ശുപാർശ DGPയുടെ ഭാഗത്തു നിന്ന് പോയിരിക്കുന്നു. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള സാധ്യത അജിത് കുമാറിന് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചോദ്യം അവശേഷിക്കുകയും ചെയ്യുന്നു. രഞ്ജിത്ത്, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.